ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങളും ചിലപ്പോൾ ഒരു യൂട്യൂബർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ കൈൻമാസ്റ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് ഭയങ്കര 1 മണിക്കൂറോളം നിങ്ങൾ ഭയങ്കരമായിട്ട് എഡിറ്റിംഗ് ചെയ്യുവാണ്. നിങ്ങൾ മ്യൂസിക് ആഡ് ചെയ്യുന്നുണ്ട്, ലെയേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്, പല വീഡിയോസൊക്കെ നിങ്ങൾ ട്രിം ചെയ്യുന്നുണ്ട്, നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഒരു വീഡിയോ ആക്കുവാണ്. അപ്പോൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴായിരുന്നു നല്ല പണി വരുന്നത്. എക്സ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമമാവും. നിങ്ങൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പണിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ യൂട്യൂബ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാം, ഇതിൻ്റെ കാരണങ്ങളും സൊല്യൂഷൻസും എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഞാൻ ഇതുപോലത്തെ പല ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. 5-6 വട്ടമൊക്കെ ഞാൻ ഈ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ റീസൺസിലോട്ട് പോകാം. അപ്പോൾ ഇതുണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ ആണ് നിങ്ങൾ കൈൻമാസ്റ്റർ മോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെജോറിറ്റി ആൾക്കാരും കൈൻമാസ്റ്റർ മോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൈൻമാസ്റ്റർ മോഡിനകത്താണ് ഈ ഇഷ്യൂസ് കൂടുതലും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒറിജിനൽ കൈൻമാസ്റ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഇഷ്യൂസും വരത്തില്ല. അല്ലെങ്കിൽ കറക്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ആവും. ഇപ്പോൾ കൈൻമാസ്റ്റർ മോഡിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ 15% കൈൻമാസ്റ്റർ മോഡ് വെർഷൻസേ ഉള്ളൂ ഇതുപോലത്തെ എക്സ്പോർട്ട് ഇഷ്യൂസ് ഇല്ലാത്തത്. ജസ്റ്റ് 85%നകത്ത് ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് റീസൺ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്ത് തന്നെയായിരിക്കും. സ്മാർട്ട് ഫോണിന് ഹാർഡ്വെയർ റിലേറ്റഡ് പ്രോബ്ലം വല്ലതും ആയിരിക്കും. അതിനകത്ത് വല്ല പഴയ ഹാർഡ്വെയർ വല്ലതും ആയിരിക്കും. അതുകൊണ്ടായിരിക്കും വീഡിയോ എക്സ്പോർട്ട് ആവാത്തത്. അപ്പോൾ സെക്കൻഡ് റീസൺ ആയിരിക്കും നിങ്ങൾ കൈൻമാസ്റ്റർ മോഡും എല്ലാം യൂസ് ചെയ്യായിരിക്കും. ആ ആപ്ലിക്കേഷനകത്ത് തന്നെ വല്ല പ്രോബ്ലംസും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ മെജോറിറ്റി ഈ എക്സ്പോർട്ടേഴ്സ് ഉണ്ടാകുന്ന ആപ്ലിക്കേഷനകത്തുള്ള പ്രോബ്ലം കൊണ്ടാണ്, അല്ലാതെ സ്മാർട്ട് ഫോൺ കൊണ്ടല്ല. സ്മാർട്ട് ഫോണിനകത്ത് റെയർ കേസസ് ആണ് സ്മാർട്ട് ഫോൺ കാരണമാണ് വീഡിയോ എക്സ്പോർട്ട് ആവാത്തത്. മെജോറിറ്റി ടൈംസ് ആപ്ലിക്കേഷൻ കാരണമാണ് വീഡിയോസ് എക്സ്പോർട്ട് ആവാത്തത്. അപ്പോൾ ഇത് മെയിൻലി ഉണ്ടാകുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷനും പിന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ഹാർഡ്വെയറും പിന്നെ ആ ആപ്ലിക്കേഷനും ഈ മൂന്നും ഒരുമിച്ച് മാച്ച് ആവാത്തതുകൊണ്ടാണ് ഈ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇത് മൂന്നും ലിങ്ക് ആവാത്തതുകൊണ്ടാണ് ഈ ഇഷ്യൂസ് വരുന്നത്. അപ്പം നമുക്ക് സൊല്യൂഷനിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് കൊണ്ട് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണുമായിരിക്കും താഴെ. അപ്പോൾ അവിടെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ മൈ ഇൻഫോർമേഷൻ അബൌട്ട് കൈൻമാസ്റ്റർ ഡിവൈസ് കേപ്പബിലിറ്റി ഇൻഫോർമേഷൻ ഒക്കെ കാണുമായിരിക്കും. നിങ്ങളുടെ ഡിവൈസ് കേപ്പബിലിറ്റി ഇൻഫോർമേഷൻ വേണം ആദ്യം ക്ലിക്ക് ചെയ്യാൻ. പിന്നെ ഇവിടെ ഫോണിൻ്റെ ഹാർഡ്വെയർ ഒക്കെ കാണുമായിരിക്കും. ഞാനിപ്പോൾ OnePlus നോഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് Android 10 ഉണ്ട്. അതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. റീ എൻകോഡ് ലിമിറ്റ് 4K വരെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ 3 ഡോട്ടിൻ്റെ ഒരു ഐക്കൺ കാണുമായിരിക്കും. ഇവിടെ നിങ്ങൾ റൺ അനാലിസിസ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ റൺ അനാലിസിസ് നൗ ഉണ്ട്. അപ്പോൾ ഇവിടെ പതുക്കെ ഇവിടെ ഫില്ലായി വരും. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചെയ്തായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് അനാലിസിസ് ചെയ്യാം. അപ്പോൾ ഇത് കാരണമാണ് നിങ്ങളുടെ മെയിൻ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് ഈ എക്സ്പോർട്ട് ഇഷ്യൂസ് എല്ലാം നിങ്ങളുടെ എല്ലാം സോൾവ് ആവും. അപ്പോൾ ഇതേ ഉള്ളത് നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോഴേ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് 60 FPS വരെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണുമായിരിക്കും അഡ്വാൻസ്ഡ് ആൻഡ് എക്സ്പെരിമെൻറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ആദ്യം ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പല ഓപ്ഷൻസ് ഒക്കെ വരുമായിരിക്കും. അലോ എക്സ്പോർട്ട് ഫ്രെയിം അപ് ടു 60 FPS പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നേരത്തെ 30 FPS ആയിരിക്കും, ഇപ്പോൾ 60 FPS നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് 60 FPS എക്സ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ എടുക്കണം. എന്നിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണുമായിരിക്കും 60 FPS വരെ ഓപ്ഷൻ ഉണ്ട്. 60 FPS, 50 FPS, 48 FPS, 30 FPS ഒക്കെ ഉണ്ട്. അപ്പോൾ 60 FPS നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് 60 FPS എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലവർ പറയാറുണ്ട് അവർ കൈൻമാസ്റ്ററിൻ്റെ എല്ലാം റൺ അനാലിസിസിൻ്റെ എല്ലാം അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് എക്സ്പോർട്ട് ഇഷ്യൂസിൻ്റെ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പോകേണ്ട കൈൻമാസ്റ്ററിൻ്റെ ആപ്പ് ഇൻഫോയ്ക്ക് അതാണ്. അപ്പോൾ ആപ്പ് ഇൻഫോയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ക്യാഷിൻ്റെ ഓപ്ഷൻ വരുമായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിയർ ക്യാഷും ക്ലിയർ സ്റ്റോറേജും ചെയ്യണം. ഞാൻ നേരത്തെ തന്നെ ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ക്ലിയർ ക്യാഷും ക്ലിയർ സ്റ്റോറേജ് ചെയ്താലും ഇതും ഒരു ഇഷ്യൂ തന്നെയായിരിക്കും കൈൻമാസ്റ്റർ നിങ്ങളുടെ വീഡിയോസ് ഒന്നും എക്സ്പോർട്ട് ആവാത്തത്. അപ്പോൾ ഇത് ചിലപ്പോൾ ആപ്പിൻ്റെ ക്യാഷ് മെമ്മറിയോ സ്റ്റോറേജ് കാരണം വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റോറേജ് കൂടി പോയോണ്ടായിരിക്കും ഇതുപോലത്തെ എക്സ്പോർട്ട് ഇഷ്യൂസ് ഒക്കെ വരുന്നത്. ഇത് കഴിഞ്ഞിട്ടും ചിലവർക്ക് വരുന്നുണ്ടായിരിക്കും കൈൻമാസ്റ്റർ എക്സ്പോർട്ട് ഇഷ്യൂസ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചോണം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ തന്നെ മാറ്റിക്കോണം. നിങ്ങൾ വേറെ ഏതെങ്കിലും കൈൻമാസ്റ്റർ മോഡോ അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ശരിക്കുള്ള കൈൻമാസ്റ്റർ യൂസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ലോഗോ ഒക്കെ വരുമായിരിക്കും. ലോഗോ അല്ല, വാട്ടർമാർക്കൊക്കെ വരുമായിരിക്കും കൈൻമാസ്റ്ററിൻ്റെ. പക്ഷേ അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ കൈൻമാസ്റ്റർ മോഡിനകത്ത് ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ വരാറുണ്ട്. നിങ്ങൾ നല്ല കൈൻമാസ്റ്റർ മോഡ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ മോഡിനകത്തുള്ള ഇഷ്യൂസ് ആയിരിക്കും ഈ എക്സ്പോർട്ട് ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ അതും ഒരു നോക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് തന്നെയുള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് തന്നെ കൈൻമാസ്റ്ററിനകത്ത് വീഡിയോസ് എക്സ്പോർട്ടറില്ലാതെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം ആൾക്കാർക്കും കൂടെ ഷെയറും കൂടെ ചെയ്യാം. അവരും അറിയട്ടെ ഇതെല്ലാം. അഗൈൻ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Yeah.